രാവിലത്തെ പുട്ടൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം അത് ആവിയേറ്റി കഴിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കും. എന്നാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ട്, അതായത് പുട്ട് മസാല. അപ്പൊ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന്റെ സൈഡായിട്ട് നമ്മളിതാ ചിക്കൻ നഗറ്റ്സ് ആണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ അതൊന്ന് ഐസ് വിടാനായിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായി വരുമ്പോൾ സവാള, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടും കൊടുത്തു കഴിഞ്ഞിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുക. ഭയങ്കരമായിട്ട് വാടി വരണ്ട, ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. സൈഡിൽ തന്നെ വേറൊരു ഫ്രൈ പാൻ വെച്ചിട്ട് നമ്മുടെ നഗറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഐസ് വിടാണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊട്ടിത്തെറിക്കും. പിന്നെ നമ്മുടെ തക്കാളിയും സവാള ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അത് വല്ലാണ്ട് വഴണ്ടി വരണം, നമുക്കത് കടിക്കാൻ കിട്ടണം. അപ്പം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കണില്ല. ഇനി പൊടികളുടെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഇത് മറന്നു പോകണ്ട, ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതുപോലെ 2 മുട്ടയും കൂടെ ഉടച്ചൊഴിക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മളെ പുട്ടിട്ട് കൊടുക്കാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ പുട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പുട്ടൊക്കെ നന്നായിട്ട് മിക്സായി അതുമെന്ന് ആവി വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര ഉള്ളു പണി. അപ്പോൾ പുട്ട് ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്ക്, ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. പുട്ട് മസാല റെഡി ആയ പോലെ തന്നെ നമ്മുടെ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് വറുത്ത് കോരി എടുക്കാം. ഇതിൻ്റെ സൈഡായിട്ട് നമുക്ക് പപ്പടം കഴിക്കാം, ചിക്കൻ ഫ്രൈ ചെയ്തത് കഴിക്കാം. ഇനി ഇതൊന്നുമില്ലെങ്കിലും ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ടെമൂന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പാടെ ഉൾപ്പെടുത്തിങ്ങായിട്ട് ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ ഒരു പ്ലേ ഐക്കൺ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ആ വീഡിയോയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടോക്കിട്ടാ. അപ്പോൾ പുട്ടൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തായാലും ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ.